ബഹുമാനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഗുരുവായൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ സുനിത അരവിന്ദ്, ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള ഗുരുവായൂർ MLA NK അക്ബർ അവർ, നാട്ടിക MLA ഗീതാ ഗോപി അവർ, ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് അവർ അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ശിഷ്ടാതിഥികളെ സുഹൃത്തുക്കൾ, നേരത്തെ അഡ്വക്കേറ്റ് CP പറഞ്ഞതുപോലെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഗുരുവായൂരിൽ ബിസിനസ് രംഗത്ത് എന്നതിനുപരി വിവിധ മേഖലകളിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ജീവകാരുണ്യ പദ്ധതി, അന്നദാന പദ്ധതി മഞ്ഞുളാലിന് സമീപം ഒരുപാട് ആളുകൾക്ക് ഏകദേശം 3 ലക്ഷം പൊതിച്ചോറുകൾ ഈ 10 വർഷം കൊണ്ട് ചേംബർ ഓഫ് കൊമേഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനം എല്ലാ വ്യാഴാഴ്ചകളിലും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തി വരികയാണ്. മാത്രമല്ല കഴിഞ്ഞ 25 വർഷമായിട്ട് ഗുരുവായൂരിൽ മതസൗഹാർദ്ദ ഇഫ്താർ പാർട്ടി നടത്തുന്ന ഒരു സംഘടന എന്ന നിലയിൽ ജോർജ് ഓണേഴ്സിൻ്റെയും റോട്ടറി ക്ലബിൻ്റെയും ലയൺസ് ക്ലബിൻ്റെയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സഹകരണത്തോടുകൂടി ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന ഇഫ്താർ വിരുന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഉള്ള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പരിപാടികളാണ്. 1997 പരസന്ധ്യ തുടക്കം കുറിച്ചുകൊണ്ട് വിവിധ സാമൂഹിക സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായിട്ട് മെട്രോമാൻ ശ്രീധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ വികസന സെമിനാറും തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഗോകുലൻ നൈസ് അടക്കമുള്ള കലാഭവൻ മണിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഗോകുലൻ നൈസ് അടക്കമുള്ള ഒരുപാട് പരിപാടികൾ ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ അതോടൊപ്പം മുന്നിട്ട് വന്ന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു. വിശക്കുന്ന വയറിന് പൊതിച്ചോറിൻ്റെ ഭാഗമായ ജനകീയ ഓണസദ്യയും ജനകീയ വിഷുസദ്യയും ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്ക് വിതരണവും ഒക്കെ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് എന്നും ചേംബർ ഓഫ് കൊമേഴ്സിനെ സഹായിക്കുന്ന വലിയൊരു ജനസമൂഹമാണ്, അതിലൊരു വലിയ ഭാഗമാണെന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വേദിയിലെത്തിയിരിക്കുന്നത്. അതിലുള്ള സന്തോഷം ആദ്യം പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് ആരാധനായ ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എല്ലാമായി അതിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. അതുപോലെ തന്നെ ഗുരുവായൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ സുനിത അരവിന്ദ് ആണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനായിട്ട് ഈ ഒരു പരിപാടിയല്ല, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെതായ മറ്റേത് സംഘടനകളുടെ പരിപാടികൾക്കൊക്കെ വിളിച്ചാൽ വരികയും അതിനെ ഒപ്പമുണ്ടാവുകയും ചെയ്യുന്ന സുനിത അരവിന്ദിനെ സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം. ഗുരുവായൂർ MLA NK അക്ബറിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. അദ്ദേഹം വികസന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞിപ്പോഴും ഈ 5 വർഷത്തിലും വികസന കാര്യങ്ങൾക്കാണ് അദ്ദേഹം എപ്പോഴും മുൻഗണന നൽകി ഗുരുവായൂരിൻ്റെ വികസനത്തിന്. അതിനായിട്ട് ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന ആരാധ്യനായ ഗുരുവായൂർ MLA NK അക്ബർ സാറിനെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം. നാട്ടിക MLAയും ഗുരുവായൂർ താമസിക്കുന്ന ഗീതാ ഗോപി അവരെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർ ആയിക്കൊണ്ട് ആ സമയത്ത് തന്നെ ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന, അത് കഴിഞ്ഞ് ഗുരുവായൂർ നഗരസഭയുടെ ചെയർപേഴ്സണായി പിന്നീട് MLA ആയി ഈ സമയത്തൊക്കെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പരിപാടികൾ പങ്കെടുക്കാനും ചേംബർ ഓഫ് കൊമേഴ്സുമായി ഏത് കാര്യത്തിലും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറായി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു MLA എന്ന നിലയിൽ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടു കൂടി ഗീതാ ഗോപി MLA സ്വാഗതം. KK വത്സരാജ് MLA കയ്പമംഗലത്തൊരു പരിപാടി, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നൊരു പരിപാടി അവിടെ നടക്കുകയാണ് ഈ 5:30 സമയത്ത്. അപ്പോൾ അദ്ദേഹത്തില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. VT ബലറാം MLA തൃത്താലയിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബണ്ട് പൊട്ടി എന്ന് പറഞ്ഞൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അവിടെ
അതുമായി ബന്ധപ്പെട്ട് ഇനി നേരം വൈകുമോ എന്നറിയില്ല. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മണലൂർ MLA പാവർട്ടി ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരമൊരു പരിപാടി, അതുപോലെ തന്നെ ഇതിൽ ആശംസകൾ അറിയിക്കുന്ന ആരാധനായ ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ KK ജ്യോതിരാജനെ സംബന്ധിച്ചിടത്തോളം വളരെ ജനകീയനായ രീതിയിൽ എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വേദിയിൽ സദസ്സിൽ ഇത്രയും ആളുകൾ എത്തിയത് ചേംബർ ഓഫ് കൊമേഴ്സിനോടുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ സഹകരണത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിൻ്റെ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സംഘടനകളും, ഒരുപാട് സംഘടനകളുണ്ട്. അത് അഡ്വക്കേറ്റ് CP ഇവിടെ വായിക്കും. ഈ സംഘടനകളിൽ എല്ലാവരും MLAമാർക്ക് ഉപഹാരം നൽകാൻ തന്നെ പൊന്നാട അണിയിക്കുന്നതിന് 10-15 സംഘടനകൾ ഇവിടെ പേര് തന്നിട്ടുണ്ട്. ആ പേരുകൾ തരാത്തവരൊന്നുകൂടി പേരുകൾ അവിടെ നൽകണം. ആ പേരുകളാണ് വിളിക്കുക. അതുപോലെ തന്നെ കാസർഗോഡിൽ നിന്ന് നമുക്ക് ഈ വന്ന ആളുകൾക്കൊക്കെ ഒരു ചെടി സമ്മാനമായി നൽകുന്ന ദിവാകരൻ കടുങ്ങൂർമൂല എന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, അദ്ദേഹം ഒന്ന് എണീറ്റുന്ന കാണാം. അദ്ദേഹം 3.5 ലക്ഷത്തോളം ചെടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് ഇത്തരത്തിൽ സൗജന്യമായിട്ട് നൽകി വരികയാണ്. അദ്ദേഹം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഈ പരിപാടിയിലും പങ്കെടുക്കാൻ എത്തിയവർക്ക് ആവശ്യമുള്ളവർക്ക് അവിടെ ചെടി വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ വേണ്ടവരെ ചെടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ സാവിത്രി അമ്മ, നമ്മുടെ രാജുവിൻ്റെ അമ്മ, നിങ്ങളൊക്കെ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. അമ്മയോടൊപ്പം നടക്കുന്നൊരു മകനെക്കുറിച്ച് സാവിത്രി അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ബഹുമുഖ വ്യക്തിത്വങ്ങൾ ഈ വേദിയിലെ സദസ്സിൽ ഉണ്ട്. എല്ലാവരെയും ഗുരുവായൂർ മെമ്പർമാരെയും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംഘടനകളെയും, ആ സംഘടനകളുടെ പേര് പ്രത്യേകം ഇവിടെ ഞാൻ വായിക്കുന്നത്, അത് അഡ്വക്കേറ്റ് CP ഇവിടെ വായിക്കും. വന്നവരൊന്ന് CP വക്കീലിൻ്റെ അടുത്ത് പേരുകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വന്ന എല്ലാവർക്കും തന്നെ പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവരും വിളിച്ചതിൻ്റെ മറുപടി എന്ന നിലയിൽ സാന്നിധ്യം കൊണ്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.